വെൽക്കം ടു ഹാരൻസ് നീഡിൽ ക്രിയേഷൻ. അപ്പം 2 ദിവസം മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മളൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടായിരുന്നു, ഗ്രേപ്പ് ഇയറിങ്സിൻ്റെ. അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ബീഡ്സ്, അത് പേർപ്പിൾ ഷെയ്ഡിൻ്റെയും പിന്നെ ക്രീം ഷെയ്ഡിൻ്റെയും ഗ്ലാസ് ബീഡാണ് എടുത്തിരിക്കുന്നത്. 2 ബീഡും ഒരേ അളവിലുള്ള ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഹെഡ് പിൻസ് ആണ്, അത് ഗോൾഡൻ കളർ. പിന്നെ നമ്മൾ എടുക്കുന്നത് ജംപ് റിങ്സ് ആണ്, അതും ഗോൾഡൻ കളറിലെ ജംപ് റിങ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ ബീഡ് കൂടാതെ നമ്മൾ ഇതിനകത്ത് വൈറ്റ് ഷുഗർ ബീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഹുക്കാണ്. ഇത് ഹുക്ക് ഇയറിങ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്റ്റഡായിട്ടും മാറ്റുകയും ചെയ്യാം. റൗണ്ട് ഷേപ്പിലുള്ള ഹുക്സ് 2, അതും ഗോൾഡൻ കളറിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ടൂൾസാണ്, നോസ് പ്ലെയറും കട്ടറും. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മുടെ ഈ ജംപ് റിങ്സ് ഒരു 6 ജംപ് റിങ്സ് എടുത്ത് അത് ഒരു ചെയിൻ പോലെ നമ്മൾ കോർത്തെടുക്കാം. ഇത് എനിക്ക് വേണ്ട നീളം 6 ജംപ് റിങ്സിൻ്റെ നീളം മതിയായിരുന്നുകൊണ്ടാണ് ഞാൻ 6 ജംപ് റിങ്സ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നീളം കുറച്ചോ ഇനി കൂട്ടിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ജംപ് റിങ്സ് എല്ലാം കൂടെ ഒരു ചെയിൻ പോലെ ആക്കിയിട്ട് ആ ചെയിന് നമ്മൾ നമ്മുടെ ഹുക്കിലേക്ക് അറ്റാച്ച് ചെയ്യും. നമ്മുടെ ഹുക്കിലേക്ക് നമ്മൾ ആ ജംപ് റിങ് ചെയിൻ അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഹെഡ് പിൻസ് അല്ലേ. ഹെഡ് പിൻസ് നമുക്ക് ആവശ്യമുള്ള അത്രയും ഹെഡ് പിൻസ് എടുത്ത് അത് നമുക്ക് കറക്റ്റ് അതിൻ്റെ നടുഭാഗത്തായിട്ട് മുറിച്ച് 2 ആക്കി എടുക്കുകയാണ്. 2 ഈക്വൽ പാർട്ടായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുത്തതിന് ശേഷം ഓരോ ഹെഡ് പിൻസിനകത്തേക്കും ഒരു ഷുഗർ ബീഡും പിന്നെ സാധാരണ നമ്മൾ എടുത്ത ആ ഗ്ലാസ് ബീഡും കൂടെ കോർത്ത് അത് ഈ ജംപ് റിങ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ച ജംപ് റിങ്സിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ചെയ്യുന്നത്, ഓരോന്നോരോന്നായിട്ട്. ഞാനിങ്ങനെ മിക്സ്ഡപ്പ് ആയിട്ടാണ്, ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ക്രീം കളറ് ബീഡ്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ കമ്മൽ ഉണ്ടാക്കാനായിട്ട് ഒരു 7 പേർപ്പിൾ ഷെയ്ഡിലുള്ള ഗ്ലാസ് ബീഡ്സും 6 ക്രീം ഷെയ്ഡിലുള്ള ഗ്ലാസ് ബീഡ്സുമാണ് ഞാൻ ഈ കമ്മലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ഇലയുടെ ഷേപ്പിലുള്ള ബീഡ്സ് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കാം. നമ്മൾ ഓരോ ഹെഡ് പെൻസിനകത്തും നമ്മൾ ഈ ഷുഗർ ബീഡ്സും ഗ്ലാസ് ബീഡും കൂടെ ചേർത്തിട്ടാണ് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. കാരണം ആ നമ്മുടെ ഗ്ലാസ് ബീഡ്സിൻ്റെ ഹോൾ ഇച്ചിരി വലുതാണ്. അപ്പം നമ്മൾ ഈ ഹെഡ് പെൻസിനകത്തൂടെ ആ മുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും, അതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷുഗർ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറക്റ്റ് ബീഡിൻ്റെ കളർ മാച്ച് ആയിട്ടുള്ള ഷുഗർ ബീഡ് വാങ്ങിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇച്ചിരൂടെ ഭംഗി കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ കെട്ടിക്കൊടുക്കുക. ഈ കെട്ടിക്കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കെട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ നേരത്തെ അതിൻ്റെ അറ്റം കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത് പുറത്തേക്ക് കണ്ടാൽ നമ്മൾ ഈ കമ്മലിടാൻ നേരത്ത് നമ്മുടെ കമ്മൽ ചിലപ്പോൾ അത് ഒന്ന് ഇടയ്ക്ക് കുരുങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം പേർപ്പിൾ ബീഡ്സ് ആഡ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ക്രീം ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്രീം ബീഡ്സ് ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്നത് മേളിൽ 3 എണ്ണവും പിന്നെ ബാക്കി 3 എണ്ണം ഇടയ്ക്കായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ ഒരു കമ്മൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏകദേശം 13 ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലെ കമ്മൽ. അപ്പോൾ 2 കമ്മലിനും കൂടെ കൂട്ടിയത് ഒരു സെറ്റ് കമ്മലിന് നമ്മൾ ഓൾമോസ്റ്റ് 26 ബീഡ്സാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതായത് ക്രീം കളറും പേർപ്പിൾ കളറും കൂടെ ചേർത്തിട്ട്.
അപ്പം നമ്മുടെ കമ്മൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ഗ്ലാസ് ബീഡ്സ് ആണ്. നിങ്ങൾ ഗ്ലാസ് ബീഡ്സ് യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്റ്റൽ ബീഡ്സോ പേൾ ബീഡ്സ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇഷ്ടംപോലെ ഷെയ്ഡ്സിൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്കതനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അയക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആരൻസ് നീഡിൽ ക്രിയേഷൻ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു.